ഹലോ ഗൈസ്, ഞാൻ ഇപ്പോൾ കുറേ ദിവസങ്ങളിലായിട്ട് കുറച്ച് വർക്കിലായിരുന്നു. നാളെ നമ്മുടെ എറണാകുളത്തപ്പൻ ഗ്രൗണ്ടിൽ അന്താരാഷ്ട്ര പുസ്തകോത്സവം തുടങ്ങുകയാണ്. അപ്പം നമുക്ക് അവിടെ ഒരു സ്പേസ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് ഞാൻ കുറച്ച് ഐറ്റംസ് ഉണ്ടാക്കി. ഈ രണ്ടാഴ്ചകളിലായിട്ട് ഞാൻ പണിയോട് പണിയായിരുന്നു. അപ്പോൾ അങ്ങനെ ഞാൻ കുറച്ച് ഐറ്റം ഉണ്ടാക്കിയിട്ട് ഞാൻ ആദ്യമായിട്ടാണ് ഇത്രയും ഐറ്റം ഒരുമിച്ച് ഒരു സ്റ്റാളിലേക്ക് പോകുന്നത്. ഞാൻ പോവണ്ട, അതാണ് അതിലെ ഏറ്റവും വലിയൊരു ഉപകാരപ്രദമായ കാര്യം. ഇത് സഷമ എന്ന് പറഞ്ഞിട്ടുള്ള ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു സംഘടനയാണ്. അപ്പോൾ അവർ ഈ പ്രോഡക്റ്റ് എല്ലാം കൊണ്ട് എനിക്ക് സെയിലാക്കി തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. സെയിലാകുമോ ആകില്ല അതിനെക്കുറിച്ച് നമ്മൾ ബോധയിടല്ല. ഇത് മറ്റുള്ളവരിലേക്ക് ഫസ്റ്റ് എത്തുക എന്നുള്ളതാണല്ലോ. അപ്പോൾ അങ്ങനെ കൊണ്ടുപോകാമെന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. സെയിലാകുന്ന അങ്ങനെയൊന്നും എനിക്ക് ടെൻഷനൊന്നുമില്ല. കാരണം ഞാൻ ഇത്രയും കാലം ഉണ്ടാക്കിയ ഒരു സാധനം പോലും ഇവിടെ ഇങ്ങനെ സ്റ്റോക്കായിട്ട് ഇങ്ങനെ ഇരുന്ന് പോയിട്ടില്ല. എല്ലാം പോയിട്ടുണ്ട്. അപ്പോൾ ഇതും പോകണം എന്നാൽ അതിനെക്കുറിച്ച് എനിക്ക് ടെൻഷനൊന്നുമില്ല. അപ്പോൾ ഗൈസ്, നമുക്ക് എണീറ്റ് നിന്ന് വീഡിയോ ഒക്കെ പിടിക്കാനൊക്കെ ഉള്ള ബുദ്ധിമുട്ട് നിങ്ങൾക്കറിയാം. അപ്പോൾ അതുകൊണ്ട് ഞാൻ എന്താ പറയുക, എനിക്ക് പറ്റുന്ന രീതിയിൽ ഞാൻ ഉണ്ടാക്കിയ എല്ലാ സാധനങ്ങളും ഒരുമിച്ചൊന്ന് കാണിച്ചു തരാം. ഞാനും ഭയങ്കര ഹാപ്പിയാണ് ഇത്രയും സാധനം ഉണ്ടാക്കാൻ പറ്റിയല്ലോ എന്ന് ഓർത്തിട്ട്. അപ്പം ഞാനത് കാണിച്ചു തരാം. കുറച്ച് കഴിയുമ്പോൾ വരുമെന്ന് പറഞ്ഞിട്ടുണ്ട് ഇതൊക്കെ എടുക്കാനായിട്ട്. ഇത് നമ്മുടെ സെറാമിക് ബെല്ലാണ്. ഇത് ഞാൻ ബെല്ലും മിററും കൂടെ ഒരേ പാറ്റേണിൽ ചെയ്തിരിക്കുന്നതാണ്. ഇതാണ് നമ്മൾ പുതുതായിട്ട് ചെയ്തു തുടങ്ങിയ റെസിൻ വെച്ചിട്ടുള്ള കീ ചെയിനാണ്. ഇത് റെസിൻ വെച്ചിട്ട് ചെയ്തതാണ്. ഇതാണ് നമ്മുടെ ഹൈലൈറ്റ് ഐറ്റം, റെസിൻ വെച്ചിട്ടുള്ള മഷ്റൂം പോട്ടാണ്. ഇതിൽ നമ്മൾ ലൈറ്റും കൂടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. പിന്നെ എന്താ, ഞാൻ എൻ്റെ ലൈഫിൽ ആദ്യമായിട്ട് പെയിൻറ്റ് ചെയ്തെടുത്ത ഒരു കഥകളിയാണ്. ഇത് മാഗ്നേറ്റാണ്. നമുക്ക് എവിടെയെങ്കിലും മാഗ്നേറ്റ് ചെയ്ത് വെക്കാൻ പറ്റും. ഫ്രിഡ്ജിൽ മുകളിലൊക്കെ വെക്കാം. പിന്നെ നമുക്ക് അല്ലാണ്ടുമൊക്കെ നമ്മളുടെ ലിവിങ് ഏരിയയിലൊക്കെ വെക്കാൻ പറ്റും. പിന്നെ ഇത് നമ്മൾ ചെയ്ത നെറ്റിപ്പട്ടമാണ്. ഒരു 5 നെറ്റിപ്പട്ടം ഞാൻ ചെയ്തിട്ടുണ്ട്. 6 ചെയ്ത് അന്നേരം എനിക്ക് ഇവിടെ തന്നെ ഒരു ഓർഡർ തൊട്ടടുത്ത വീട്ടിൽ അവർക്കൊരു ഹൗസ് വാമിങ്ങിന് വേണമെന്ന് പറഞ്ഞ്, അപ്പം അങ്ങനെ അത് അവർക്കായിട്ട് മാറ്റി വെച്ച്. പിന്നെ നമ്മളാക്കി തീർത്ത നമ്മുടെ മെയിൻ ഐറ്റം പേപ്പർ പെൻ ആൻഡ് അംബ്രല്ല. എന്ത് മറന്നാലും പേപ്പർ പെന്നാണ് നമ്മളെ സ്വയം പര്യാപ്തതയിലേക്ക് എത്തിച്ച ഒരു സാധനം. അപ്പോൾ ഇത് നമ്മളുടെ അംബ്രല്ല. ഇത് ഇത്രയല്ല, കുറച്ചുകൂടെയൊക്കെ ക്വാണ്ടിറ്റിയാണ്. ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടി ഇത്രയും ചെയ്തതന്നേ ഉള്ളൂ. അപ്പോൾ ഹലോ ഗൈസ്, ഇതൊക്കെ നമുക്ക് ഭയങ്കര ഹാപ്പിനെസ് തരുന്ന ഒരു മൊമെൻ്റാണ്. ഇത് പോകുമോ പോകില്ലേ, ചിലവാകുമോ, അങ്ങനത്തെ ടെൻഷനൊന്നും എനിക്കില്ല. നമുക്ക് ഇത്രയും ചെയ്യാൻ പറ്റി എന്നുള്ളതാണ് എന്നെ സംബന്ധിച്ചിടത്തോളം പ്രൗഡായിട്ടുള്ളൊരു ഇത്. അപ്പം നിങ്ങൾ എറണാകുളത്തുള്ള ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ എറണാകുളത്തപ്പൻ ഗ്രൗണ്ടിൽ പോയെങ്കിൽ പുസ്തകോത്സവം കാണാം. അതോടൊപ്പം സഷമയുടെ സ്റ്റോളും സന്ദർശിക്കണം. ഞാൻ മാത്രമല്ല, എന്നെപ്പോലുള്ള ഒത്തിരി ആൾക്കാർ ചെയ്ത വെറൈറ്റി സാധനങ്ങളൊക്കെ അവിടെ ഉണ്ടാവും. അപ്പം നിങ്ങളെല്ലാവരും അത് വിസിറ്റ് ചെയ്യണം. ഓക്കെ, ഞാനൊരു കഴിഞ്ഞ ദിവസത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞതുപോലെ നമുക്ക് ചെയ്യാൻ പറ്റാത്തതായിട്ട് ഒന്നുമില്ല. നമ്മളതിന് എഫേർട്ട് കൊടുക്കണം. അപ്പം നമുക്കത് ചെയ്യാൻ പറ്റും. അപ്പം എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കണം. ഞാൻ ഹാപ്പിയാണ്. എല്ലാവരും അവർക്ക് പറ്റുന്ന രീതിയിൽ നല്ല നല്ല കാര്യങ്ങളൊക്കെ ചെയ്ത് നല്ല ചിന്തകളുമായിട്ട് ജീവിക്കുക. അപ്പം നമുക്ക് നമ്മുടെ ഹാപ്പിനെസ് നിലനിർത്താൻ പറ്റും. ഒരു വാതിലടയുമ്പോൾ നമ്മൾക്ക് നിരാശയാണ്, എൻ്റെ എല്ലാം അവിടെ തീർന്നല്ലോ എന്ന്. അങ്ങനെയല്ല, നമ്മൾ പോയി ചവിട്ടി തുറന്ന് തള്ളി അകത്ത് കയറി നമ്മൾ കണ്ടുപിടിക്കണം എന്നുള്ളതാണ് എൻ്റെ ഒരു പോളിസി. അങ്ങനെയാണ് ഞാൻ ജീവിക്കുന്നത്. അപ്പം എല്ലാവർക്കും എൻ്റെ താങ്ക്സ് ഒരിക്കൽ കൂടെ പറയണം. സഷമയുടെ സ്റ്റോള് എറണാകുളത്തപ്പൻ ഗ്രൗണ്ടിലുണ്ട്. അന്താരാഷ്ട്ര പുസ്തകോത്സവമാണ്. അപ്പം നിങ്ങൾക്ക് അവിടെ പോകണം, നല്ല ബുക്കുകളും വാങ്ങിക്കാം. അതോടൊപ്പം തന്നെ സഷമയുടെ സ്റ്റോളും വിസിറ്റ് ചെയ്യാം. എൻ്റെ പ്രൊഡക്റ്റും നിങ്ങൾക്ക് ഇഷ്ടമാവുമെങ്കിൽ വാങ്ങിക്കാം. എന്നെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം. ഓക്കെ, ബൈ, താങ്ക് യു. ഹലോ ഗൈസ്, ഇപ്പം അവർ നമ്മുടെ പ്രൊഡക്റ്റ് എടുക്കാൻ വേണ്ടിയിട്ട് അവർ വരും. അപ്പം ഞാൻ ഇവിടെ എല്ലാം ഇങ്ങനെ പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്നലെ എൻ്റെ വെഡ്ഡിങ് ആനിവേഴ്സറി ആയിരുന്നു. 17 വർഷമായി എനിക്ക് ബിജുവേട്ടനെ കിട്ടിയിട്ട്. അപ്പം ഭയങ്കര സന്തോഷം. ആലപ്പുഴയിൽ പൊള്ളയത്തെ പോലുള്ളൊരു തീരദേശ പ്രദേശം, ഞങ്ങളുടെ ഒരു കൊച്ചു സ്ഥലത്ത് ആരോരും തിരിച്ചറിയപ്പെടാതെ ഒരു വീടിൻ്റെ മുകളിൽ ഒതുങ്ങിക്കൂടി ഇരിക്കേണ്ടിയിരുന്ന എനിക്ക്, ഒരു പ്രതീക്ഷകളില്ലാതിരുന്ന എനിക്ക്, ഇന്ന് എൻ്റെ ലൈഫിൽ ഏറ്റവും വലിയ പ്രതീക്ഷ, ഏറ്റവും വലിയ സ്വപ്നം എന്ന് പറയുന്നത് എൻ്റെ മകനാണ്.
അപ്പോൾ എനിക്കെൻ്റെ മകനെ കിട്ടിയത് എനിക്കെൻ്റെ ബിജുവേട്ടനെ കിട്ടിയത് കൊണ്ടാണ്. അപ്പം ഞാൻ എപ്പോഴും എൻ്റെ മനസ്സിൽ നല്ലൊരു ലൈഫ് തന്നതിന് ബിജുവേട്ടനോട് ജീവിച്ചിരുന്നപ്പോഴും ബിജുവേട്ടൻ മരണപ്പെട്ടതിന് ശേഷം എനിക്ക് ഗ്രാറ്റിറ്റ്യൂഡ് മാത്രമേ ഉള്ളൂ. പിന്നെ ബിജുവേട്ടൻ്റെ മരണക്കിടക്കയിൽ ഞാൻ ബിജുവേട്ടന് കൊടുത്ത പ്രോമിസാണ് ബിജുവേട്ടൻ്റെ മകനെ ഞാൻ ഏറ്റവും നന്നായിട്ട് വളർത്തിക്കൊള്ളാം എന്നുള്ളത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള എൻ്റെ എഫേർട്ടുകളിൽ ഒരു വിഭാഗമാണ് എൻ്റെ ജോലി എന്നുള്ളത്. അപ്പം അത് ഞാൻ വളരെ ഹാപ്പിയായിട്ട് ചെയ്യുന്നു. ഈ പറഞ്ഞ പോലെ അവനിലാണ് ഞാനൊരു നല്ലൊരു പ്രതീക്ഷ. അവൻ എന്നെ നോക്കുമോ നോക്കില്ല അതൊന്നുമല്ല, അവന് നല്ലൊരു ലൈഫ് ഉണ്ടാക്കി കൊടുക്കണം. ഞാൻ അനുഭവിച്ചൊരു സ്ട്രഗിളിങ് അല്ലെങ്കിൽ ബിജുവേട്ടൻ അനുഭവിച്ചൊരു സ്ട്രഗിളിങ് അവന് വരരുത്. അവന് ഒരു സപ്പോർട്ടായിട്ട് അവന് സ്വന്തം കാലയിൽ ഏറ്റവും നന്നായിട്ട് അവനെ നിലനിർത്തണം. അതിന് പൈസ അത്യാവശ്യമാണ്, പഠനത്തിനായാലും അവൻ്റെ ബാക്കിയുള്ള കാര്യങ്ങൾക്കായാലും. അപ്പോൾ ഫസ്റ്റ് എനിക്ക് ആ പണം കണ്ടെത്തുക എന്നുള്ളത് തന്നെയാണ്. അപ്പം അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇതൊക്കെ ചെയ്യുന്നത്. അപ്പം നിങ്ങൾ പറ്റുന്നവരൊക്കെ എന്നെ സപ്പോർട്ട് ചെയ്യണം. നിങ്ങൾക്ക് ആവശ്യമുള്ളതൊക്കെ വാങ്ങണം. നിങ്ങൾ ഇതുപോലുള്ള ഐറ്റംസൊക്കെ വാങ്ങിക്കാൻ ഓർക്കുമ്പോൾ നിങ്ങൾ എന്നെ ഓർക്കണം, എന്നോട് ഓർഡർ ചെയ്യണം. ഓക്കെ, അപ്പം എല്ലാവർക്കും എൻ്റെ താങ്ക്സ്. എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കണം, ഞാനും ഹാപ്പിയാണ്.